ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. വേറൊന്നിനുമല്ല, ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മെറിനും നേരെ ഇറങ്ങി. ഞങ്ങൾ നേരെ മെറ്റീരിയൽസ് നോക്കാനാണ് വന്നത്. ഫസ്റ്റ് തന്നെ പരാഗി പോയി, പക്ഷെ അവിടെ ഓണത്തിന് പറ്റിയ കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി തൊട്ടടുത്ത് പോത്തീസി കയറിയപ്പോൾ അത്യാവശ്യം ഓണത്തിൻ്റെ കളക്ഷൻസൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കി വെച്ചിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. അതൊക്കെ നോക്കി വെച്ചിട്ട് തിരിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പാനിപൂരി കടയുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് പാനിപൂരി അധികം ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്തോ തിരക്ക് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി. അങ്ങനെ ഞാനും മെറിനും കൂടെ ഒരു പാക്കറ്റ് പാനിപൂരി മേടിച്ച് ഞങ്ങൾ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾക്കും അധികം ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു പാനിപൂരി. പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. സാധാരണ അൺഹൈജീനായിട്ട് തോന്നുന്നെങ്കിലും പക്ഷേ ഇവിടെ എനിക്കങ്ങനെ തോന്നിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കുറച്ച് ആക്സസറീസ് വാങ്ങിക്കാനാണ്. നമുക്ക് ഓണത്തിന് ഡ്രസ്സിനെ പോലത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്സസറീസ്. ഈ ട്രഡീഷണൽ ലുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കമ്മൽ, വള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തോന്നത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ തന്നെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓണത്തിന് ഇടാൻ പറ്റിയ കുറേ ഓർണമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഇതുപോലത്തെ ഓർണമെൻറ്റ്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പോത്തീസിന് തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഷോപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.